ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നാം തരം മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം ഫോണിലെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസറാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അതിൽ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന samaggra.kite.kerala.gov.in ചെയ്യുക. അപ്പോൾ സമഗ്രയുടെ വെബ് പോർട്ടൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഹോം സ്ക്രീൻ തന്നെയാണ്. താഴോട്ട് വരുന്ന സമയത്ത് പല ഓപ്ഷനുകളുണ്ട്. നമുക്ക് റെഫറൻസിനുള്ള ബുക്ക് കിട്ടും. പിന്നെ 8ാം തരം മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് അല്ലേ. അപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്സ്, 1ാം തരം മുതൽ +2 വരെയുള്ള കുട്ടികളെ ടെക്സ്റ്റ് ബുക്ക് വ്യൂ പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഇതിൽ താഴോട്ട് നോക്കുന്ന സമയത്ത് സെലക്ട് മീഡിയം ഏതാണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ. സാധാരണ നമ്മളൊക്കെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. നമ്മളിപ്പോൾ മലയാളം ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ് ഏതാണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് സെലക്ട് ചെയ്യുന്നത്. സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റാണോ വേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് മലയാളം സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. മലയാളം സെലക്ട് ചെയ്തു. അപ്പോൾ താഴോട്ട് പോയി നോക്കുന്ന സമയത്ത് കേരള സിലബസിലെ മലയാളം മീഡിയത്തിലെ മലയാളം സബ്ജക്റ്റ് താഴെ കാണും. അത് ഈ പച്ച ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. പച്ച ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഡൗൺലോഡ് ആകുന്നുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ആകുന്നുണ്ട്. 71 MB ഉണ്ട്. പാഠപുസ്തകം ഡൗൺലോഡ് ആയിട്ടുണ്ട്. കേരള പാഠാവലി ഭാഗം 1 സ്റ്റാൻഡേർഡ് 1. അപ്പോൾ ഇതുപോലെ നമുക്ക് 1ാം തരം മുതൽ +2 വരെയുള്ള പാഠപുസ്തകങ്ങൾ ഏത് സബ്ജക്റ്റും ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രം ഉപകാരപ്രദമായ ഒന്നല്ല, രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ ഒന്നാണ്. ഉദാഹരണത്തിന് ഇപ്പം വർക്കിനൊക്കെ പോകുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ കുട്ടികളെ പഠനത്തിന് നമുക്ക് സഹായിക്കാനും കുട്ടികൾക്ക് എന്തെല്ലാം ഭാഗങ്ങൾ പഠിക്കാനുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം